ഇനി കൽപ്പാത്തിയിലേക്കാണ്. രഥോത്സവം രണ്ടാം ദിനമായ ഇന്ന് ദേവരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം ആരംഭിച്ചു. മന്ദക്കര മഹാഗണപതിയുടെ രഥമാണ് പുതുതായി ഇന്ന് പ്രയാണം ആരംഭിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം അച്ചൻപടിയിൽ പ്രയാണം അവസാനിപ്പിച്ച വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളുടെയും രഥങ്ങൾ ഇന്ന് ചാത്തപ്പൂരം വരെ പ്രയാണം ചെയ്യും. രാവിലെ വേദപാരായണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നാലെ മന്ദക്കര മഹാഗണപതി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെത്തി അച്ഛൻ ശിവഭഗവാനോട് അനുവാദം തേടിയ ശേഷം 11:30 രഥാരോഹണം നടത്തി. തുടർന്ന് രഥപ്രയാണവും ആരംഭിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് രഥം വലിക്കാൻ ഇന്നും കൽപ്പാത്തിയിലേക്ക് എത്തിയത്. മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥോത്സവമാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം. സോ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുക. രഥോത്സവം കൊല്ലത്തിൽ ഒരിക്കലല്ലേ വരുന്നത്. കുട്ടിക്കാലത്തുനിന്ന് ഇവിടെ വന്ന് കളിക്കുന്നതാ. കൊച്ചു കുട്ടിയായിരുന്നു അപ്പോഴ തന്നെയുണ്ട്. അപ്പൊ എല്ലാവർക്കും ആവേശമാണ് കൽപ്പാത്തി രഥോത്സവം. ഉത്സവങ്ങളുടെ അമ്മയാണ് കൽപ്പാത്തി രഥോത്സവം. 10 ദിവസം വരെ ഞങ്ങൾക്ക് സെലിബ്രേഷൻ ആണ്. നാളെ തേര് സംഗമമാണ്. 5 തേര് സംഗമിക്കുന്ന ഒരു 6:30-7 മണിയാകും സംഗമിക്കും. ലക്ഷക്കണക്കിലുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ 3 ദിവസം കൂടുക. പാലക്കാടിനെ സംബന്ധിച്ചോളം ഇതൊരു ആഘോഷത്തിലുപരി ഒരു ഉത്സവം, എല്ലാവരും വീട്ടിലൊരു ഉത്സവം പോലെയാണ്. തേരിന് വരിക, ഈ ഗ്രാമവീഥികളിലൂടെ നടക്കുക, അങ്ങനെ അവരുടെ ഒരു സന്തോഷം പങ്കുവെക്കുക. അത്തരത്തിലൊരു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് എല്ലാവർക്കും. ഇവിടെ എല്ലാവരും മുഖത്ത് നോക്കിയോ ഭയങ്കര ചിരിച്ചിട്ടും ഭയങ്കര സന്തോഷമായിരിക്കും. ഭയങ്കര കളിയും ചിരിയും സന്തോഷമൊക്കെ ആയിരിക്കും. അതാണ് പാലക്കാട് രഥോത്സവത്തിൻ്റെ ഒരു ഭംഗി. ജാതി മതഭേദ വ്യത്യാസം അന്യേ എല്ലാവരും ഒന്നായി അവരുടെ സ്വന്തം ഉത്സവം പോലെ കാണുന്നത്. മറ്റ് രഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മന്ദക്കരയിലെ രഥം ഗ്രാമപ്രദക്ഷിണം നടത്തില്ല എന്നതാണ് പ്രത്യേകത. അതേസമയം കഴിഞ്ഞ ദിവസം അച്ചൻപടിയിൽ പ്രയാണം അവസാനിപ്പിച്ച വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളുടെയും രഥങ്ങൾ ഇന്ന് ചാത്തപ്പുരം വരെ പ്രയാണം ചെയ്യും. നാളെ രാവിലെ ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെയും ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ കൂടി അഗ്രഹാര വീതിയിലേക്ക് എത്തുന്നതോടെ കൽപ്പാത്തി അക്ഷരാർത്ഥത്തിൽ ആവേശത്തിമിർപ്പിലാവും. നാളെ വൈകിട്ട് 6 മണിയോടെയാണ് 5 രഥങ്ങൾ ഒരുമിക്കുന്ന പ്രശസ്തമായ ദേവരഥ സംഗമം. ജനം, പാലക്കാട്.